അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഉലൂമുൽ ലുഗത്തിൽ അറബിയ്യത്തുൽ അസീലിയ എന്ന വിഷയത്താണ്. അപ്പോൾ പണ്ട് കാലത്തുണ്ടായ അറബി ഭാഷ നൈപുണ്യം, അതുപോലെ തന്നെ എങ്ങനെയായിരുന്നു അന്നുണ്ടായ ഭാഷാ പണ്ഡിതന്മാർ, അവർ എത്രമാത്രം നൈപുണ്യരായിരുന്നു എന്ന വിഷയമാണ്. അപ്പോൾ ഇവരെന്താക്കി, ആ ഭാഷയിലുള്ള ആൾക്കാർ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിപ്പെട്ടിട്ടുണ്ട്. നമ്മളെ ഇസ്ലാമിക് കൾച്ചറിൽ തന്നെ ഭാഷാപരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ അവർ ചെയ്യുന്ന ഒരുപാട് കിതാബുകൾ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഓരോ മെഡിസിനും ഓരോ പേര്, അതുപോലെ തന്നെ ഓരോ ഉപയോഗിക്കുന്ന ചൂടാക്കുന്ന സാധനത്തിന് അങ്ങനെ ഒരുപാട് പേര്, അങ്ങനെ അതുപോലെ തന്നെ മരണം, രോഗങ്ങൾക്ക് എല്ലാത്തിനും ഒരുപാട് വ്യത്യസ്തമായ വേർഡുകൾ അവർ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അന്ന് കാലത്ത് അറബി ഭാഷ വളരെയധികം ഉന്നതിയിലായിരുന്നു എന്ന് നമുക്ക് പറയാം. പിന്നെ ഇൽമുൽ ലുഗ. അപ്പോൾ ഇൽമുൽ ലുഗ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അർത്ഥങ്ങളും അതുപോലെ തന്നെ ഭാഷാപരമായ വേർഡുകളൊക്കെ അറിയാണ് ഇൽമുൽ ലുഗ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം മൂന്നാം ഘട്ടത്തിൽ തന്നെ അസുൽ അബ്ബാസി മൂന്നാം ഘട്ടത്തിൽ തന്നെ അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ ആദ്യം തന്നെ ഈ അറബി ഭാഷയിൽ രചിച്ചൊരു കിതാബാണ് അവരുടെ കാലത്ത് ഇൽമുൽ ഹയവാനാത്ത്. അതായത് ഒരുപാട് മൃഗങ്ങളെ പേരൊക്കെ എണ്ണിയിട്ടാണ് ആ കിതാബ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ അമവികൾ ഒരുപാട് ഡിക്ഷണറികളൊക്കെ രചിക്കാൻ വേണ്ടിയിട്ട് അവരെ സമൂഹത്തിനെ ഒരുപാട് കൽപ്പിക്കുമായിരുന്നു. അങ്ങനെയാണ് ഒരു ചരിത്രമുണ്ട് അബ്ദുൽ മലിക് ബിൻ മർവാൻ്റെ. അങ്ങനെ അദ്ദേഹം ഒരു സദസ്സിൽ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഇതൊരു കഥ പോലത്തെയാണ്, ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചു, ആരാണ് ശരീരത്തിൻ്റെ അവയവങ്ങൾ, ശരീരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളെ ഹുറൂഫുൽ മുഅ്ജം വെച്ചിട്ട് കൊണ്ടുവരാൻ പറ്റുക, അതായത് അലിഫ് ബ ത എന്ന ഓർഡറിൽ ആർക്കാണ് കൊണ്ടുവരാൻ പറ്റുക എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സുവൈദ് ബിൻ അഫ്ല പറഞ്ഞു, ഞങ്ങൾക്ക് പറ്റും അങ്ങനെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വേർഡ് പറയുന്നതാണ് അൻഫ്, ബത്തിന്, തർക്കൂക്ക്, സൗറ്, ജംജമത്ത്, ഹലക്ക്, ഹദ്. അപ്പോൾ അമീർ മുഅ്മിനി പിന്നെയും അമീർ മുഅ്മിൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, അമീർ മുഅ്മിനെ നമ്മൾ 2 പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അമീർ മുഅ്മിനീനെ ആരോട് ചോദിച്ചു? സുവൈദ് എന്നവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ 3 പറയാം അമീർ മുഅ്മിനീനെ, അപ്പോൾ നിനക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എന്നിൽ നിന്ന് കിട്ടും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം 3 പറയാൻ തുടങ്ങി. അതിൽ അറിയാത്ത അർത്ഥങ്ങൾ മാത്രമാണ് പറയുന്നത്. ബസ് എന്ന് വെച്ചാൽ നൗമിന സിയാബാണ്. അതുപോലെ തന്നെ തർക്കൂത്ത് പറഞ്ഞാൽ നമ്മളെ നെന്നിൻ്റെ മേലുള്ളൊരു ഇതാണ്, അവയവമാണ്. അതുപോലെ തന്നെ ജംജമത്ത് അൽമുറസ്, അൽ ഹനക്ക് വായിൻ്റെ ഉള്ളിലെ ഭാഗം, ഹാസിറത്ത് എല്ലിൻ്റെ ഒക്കെ അടിയിലുള്ള ഭാഗം, ദുർദുർ പല്ലിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ജന്ത് എന്ന് വെച്ചാൽ അടിഭാഗത്തിന് പറയും. പിന്നെ ജർദമത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വീങ്ങുന്ന ആ സ്ഥലത്തിന് പറയും. പിന്നെ ദുബ് എന്ന് പറഞ്ഞാൽ ദക്കറു റജുല്. അതുപോലെ തന്നെ വഫീർ എന്ന് പറഞ്ഞാൽ ഭാഗം. പിന്നെ വിർസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പഠിച്ചതാണ്. പിന്നെ തുറത്ത് എന്ന് വെച്ചാൽ മുടീൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ വബ് എന്ന് വെച്ചാൽ ഹനക്കിൻ്റെ അടിയിൽ പൊന്തിക്കുന്നൊരു ഭാഗമാണ്. വത്സമത്ത് എന്ന് പറഞ്ഞാൽ തൊണ്ടയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഉന്നത്ത് ഹൈഷൂമിൽപ്പെട്ട ഭാഗം. അതുപോലെ തന്നെ ഫക്കുൻ വെച്ചാൽ അല്ലഹി. പിന്നെ മൻഹർ സക്കുബുൽ അംഫു മൂക്കിൻ്റെ ഓട്ട. പിന്നെ നോനു വെച്ചാൽ ഹലക്കിലുള്ള ഇറച്ചി കഷ്ണത്തിന് പറയാം. നെന്ന് ചെറിയ മുടി. ഹാമത്ത് തല. ഹൈഫ് പിന്നെ ഒരു ഭാഗമാണ്. പിന്നെ യാഫൂജ് കബിദുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. ഇതൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് അദ്ദേഹം ഉണർന്നു. അങ്ങനെ ഇദ്ദേഹത്തിന് ഒരുപാട് സമ്മാനം കൊടുക്കുന്നതെന്നാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം. ആ ഒരു ചരിത്രമാണ് അവിടെ പ്രധാനമായിട്ട് പറയുന്നത്. പിന്നെ കിതാബുൽ ലോകത്തിൻ്റെ മഹത്വങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒരുപാട് കിതാബുകൾ രചിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട മെയിൻ കിതാബായിരുന്നു ആ സമയത്ത് തന്നെ കിതാബുൽ കറമി വന്നഹിൽ. ഇതിൽ ഒരുപാട് പേരുകളും അതുപോലെ തന്നെ അതിൻ്റെ കൊമ്പുകളെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുതുബുൽ ഇൻസാനുൽ ഹയവാൻ. അപ്പോൾ ആ കാലത്ത് ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നു. അതിൽപ്പെട്ട മെയിൻ നമുക്കറിയാം ഹലീൽ ബിൻ അഹമ്മദ്. നമ്മൾ അദബി പഠിച്ചതാണ്. എന്ന ഡിക്ഷണറി രചിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് അൽ ഹലീൽ ബിൻ അഹമ്മദ് ബിൻ അംർ തമീം അൽ അസ്ദി അൽ ഫറാഹീദി ബിൽ ഫായി വറായി വൽ അൽഫി വൽ ഹായി വല്ലായി. അവസാനത്തെ അക്ഷരം ഉപയോഗിച്ചിന് അവസാനം ദാലാണ്. അപ്പോൾ അറബിയിൽ വളരെയധികം നല്ല അറിയുന്ന ആളാണ്. അതുപോലെ തന്നെ കാവ്യശാസ്ത്രം, പിന്നെ നല്ല വലിയ പണ്ഡിതനായിരുന്നു. അയ്യൂബ് അതുപോലെ തന്നെ ആസിം ഇവരെ തൊട്ടൊക്കെ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തെ തൊട്ടാണ് സീബ ഇമാം, അതുപോലെ തന്നെ അസ്മ ഇമാം, അതുപോലെ തന്നെ നളർ ബിൻ ഷുമൈൽ, ഹാറൂൻ ബിൻ മൂസൻ നഹ്വി ഇവരൊക്കെ എന്താക്കിപ്പെട്ടത് നഹ്വ് സ്വീകരിച്ചിരുന്നത്. വളരെയധികം
ദാഹിദായിരുന്നു, അതുപോലെ തന്നെ ചരിത്രം സൂക്ഷിക്കുന്ന ആളായിരുന്നു ഇദ്ദേഹം. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം മക്കയിലേക്ക് പോയി അള്ളാഹിനോട് പ്രാർത്ഥിച്ചു നല്ല ഇൽമ നൽകണേ. അപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിനെ ഒന്നും സഹായിച്ചില്ല. അങ്ങനെ അദ്ദേഹം ബസ്രയിലേക്ക് പോയി. ബസ്രയിൽ അവിടെ നിന്നുണ്ടാക്കി ഒരുപാട് അറൂലകളൊക്കെ പഠിച്ച് അറൂലകൾ ബൈത്ത് പാടാൻ തുടങ്ങി. പിന്നെ ഇവിടെ പറയുന്ന ചരിത്രം വെച്ചാൽ അദ്ദേഹത്തിന് ഒരു മകനുണ്ടായിരുന്നു. ആ മകന് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് നോക്കുമ്പോൾ ഇദ്ദേഹം എന്തായിരുന്നു, അവിടെ നിന്ന് ഒരുപാട് കവിതകൾ പാടുന്നതും എഴുതുന്നതുമായ അവസ്ഥയിലാണ് കണ്ടത്. അപ്പം ആ മകന് ജനങ്ങളിലേക്ക് പോയിട്ട് പറഞ്ഞത്, എൻ്റെ ഉപ്പാക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട്, ജുന്ന ഫദഹ്ലുവിലെ. അപ്പോൾ ജനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് മറുപടി ആയിട്ട് ഒരു ബൈത്ത് അവിടെ നിന്ന് അദ്ദേഹം പാടുകയാണ്. അതാണ് ലൗകുന്ത തഅലമുമാ കൂലു അദർത്തനി. നീ അറിയുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് നീ അറിയുകയാണ്, നീ എന്നോട് കാരണം ബോധിപ്പിച്ചോളൂ. അല്ലെങ്കിൽ ഔക്കുന്തു ആലമു, ഞാനാണെങ്കിൽ മാ തക്കൂലു, നീ പറയുന്നത് ഞാൻ അറിയുകയാണെങ്കിൽ അതിൽ തുക, ഞാൻ നിന്നെ എന്താക്കുന്നു, തടയുന്നു, അതായത് നിന്നെ അതിൽ ചെയ്യുന്നു, അതിൽ ചെയ്യുക, ഉദലത്തിലാക്കുന്നു. പക്ഷേ ലാക്കിൻ ജഹിൽ തുമക്കാലത്തി ഫാദൽത്തിനി, നീ എന്താക്കിയിരിക്കുന്നു, ലാക്കിൻ ജഹിൽത്ത, നീ അവ്യക്തമായിരിക്കുന്നു, അതായത് അജ്ഞാതനായിരിക്കുന്നു, മക്കാലത്തിന് എന്താണ് പറയുന്നത്. അതുപോലെ തന്നെ ഫാദൽത്തിന്, നീ എന്നെ എന്താക്കിയിരിക്കുന്നു, നീ എന്നെ ഒഴിവാക്കിയിരിക്കുന്നു. ഫാലിംതു, ഞാൻ അറിഞ്ഞു, അന്നക്ക, നീ ജാഹിലുൻ, അജ്ഞാതനാണ്, ഫാദർ തുക, ഞാൻ അതുകൊണ്ട് നിന്നോട് കാരണം ബോധിപ്പിക്കുന്നു. അങ്ങനെ ഇദ്ദേഹമാണ് കിതാബുൽ ഐന് രചിക്കുന്നത്, മുജമാണ്. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ചിട്ട് അബൂ ഹാത്തിമിൻ ഹയ്യാൻ പറയുന്നുണ്ട്, കിതാബ് ദക്കാത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, എന്താ പറയുന്നത് വെച്ചാൽ, ഇദ്ദേഹം ഒരുപാട് കവിതാ ശകലങ്ങൾ റിവായത്ത് ചെയ്യപ്പെടുന്നതായിരുന്നു. അതുപോലെ തന്നെ നളർ ബിൻ ഷുമൈൽ പറയുകയുണ്ട്, ഹലീബിൻ അഹമ്മദ് എന്താക്കി ബസ്രയിൽ വളരെയധികം പ്രത്യേകത സൂക്ഷിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരൊക്കെ അദ്ദേഹത്തിൻ്റെ ഇൽമ കൊണ്ട് പണമുണ്ടാക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ബുദ്ധിയിലൊക്കെ വളരെയധികം വലിയൊരു ദൃഷ്ടാന്തമായിരുന്നു. അദ്ദേഹം മരിക്കാനുണ്ടായ കാരണം പറയുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു ചലഞ്ച് വെക്കുകയുണ്ടായി, ഒരു പ്രവർത്തനം ചെയ്ത് കാണിക്കൽ, അതായത് കണക്കോ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഇത് ചെയ്ത് കാണിക്കലായിരുന്നു അദ്ദേഹം ചലഞ്ച് വെച്ചത്. അങ്ങനെ അദ്ദേഹം ഇത് ചെയ്യുന്നതിൽ മുഴുകിപ്പോയി. അങ്ങനെ അദ്ദേഹം എന്താക്കി, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് അദ്ദേഹത്തെ മുറിവേൽപ്പിക്കുന്നു. അങ്ങനെ അദ്ദേഹം മരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം അത്ര അറിഞ്ഞിട്ടില്ല, അദ്ദേഹം അതിൽ മുഴുകിയവനായിരുന്നു എന്നാണ്. അപ്പോൾ 75 വയസ്സാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കവിതാശലങ്ങൾ, അതുപോലെ തന്നെ പാട്ട്, ഇതൊക്കെ കൊണ്ട് അദ്ദേഹത്തിന് വളരെയധികം അറിവുള്ളതാണ്. പ്രത്യേകമായിട്ട് ഇദ്ദേഹത്തിന് പറയുന്ന ഇൽമുൽ അറൂലാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ നിന്ന് വരുന്ന വാക്കുകൾ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൽ നിന്ന് വരുന്ന ലുവത്ത് ആയ കാര്യങ്ങളല്ലാതെ വേറൊരു അസിലായിട്ട് ആ കാലത്ത് ആരും സ്വീകരിച്ചിരുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് എന്താണ് തെളിവ്, അതായിരുന്നു ഇദ്ദേഹത്തിന് മെയിനായിട്ട് എടുത്തിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതപ്പെട്ട എന്താണ്, കിതാബുൽ ഐന്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ സിബൈ ഇമാം, ഇതൊക്കെയാണ് മെയിൻ ഇതിൽ പറയുന്നത്. പിന്നെ കിതാബുൽ ഐനിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞ പ്രധാന കിതാബാണ് ഇദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഇത് വളരെയധികം മെയിനായൊരു കിതാബാണ്. അപ്പോൾ ഇത് തുടങ്ങുന്ന മഹ്റജിൽ നിന്ന് തുടങ്ങുന്ന അർഫുകൾ കൊണ്ടാണ്, ഹുറൂഫുൽ മഹാജ് കൊണ്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് അതിൽ ഫസ്റ്റ് ഐനുകൊണ്ടാണ് ഇതിന് പേരിട്ടത്. ആ കാലത്ത് അവർ പ്രത്യേകതയായിരുന്നു, എന്താണ് തുടങ്ങുന്നത് ആ കിതാബിന് ആ പേര് വെക്കൽ. അപ്പോൾ സ്പെയിനിലെ ആൾക്കാർക്ക് വരെ പറ്റാതെ ഒരു വളരെ പ്രത്യേകമായ രീതിയിലാണ് ഇദ്ദേഹം ഇത് രചിച്ചത്. അങ്ങനെ ശേഷം അബ്നിയത്തുൽ അസ്മാഇൻ്റെ രീതിയിൽ കൊണ്ടുവന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇദ്ദേഹം പ്രധാനമായും അബ്നിയത്തുൽ കലാമിൻ്റെ 4 കാര്യങ്ങൾ, അതായത് 4 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് സുനായി, സുലാസി, റുബായി, ഹുമാസി, ഈ 4 കാര്യങ്ങൾ, അതായത് 2 അക്ഷരം വരുന്ന, 3 അക്ഷരം വരുന്ന, 4 അക്ഷരം വരുന്ന, 5 അക്ഷരം വരുന്ന, ഈ വേർഡുകളൊക്കെ ആയിരുന്നു അദ്ദേഹം കൂട്ടിക്കോർത്തിണക്കി വന്നത്. ആ ക്രമത്തിൽ തക്രീർ കൂടാതെ, അതായത് ആവർത്തനം കൂടാതെ കൊണ്ടുവരുന്നു. അങ്ങനെ എത്ര വേർഡ് ഉണ്ട് എന്ന് ഒരുപാട് ഇനങ്ങൾ പറയുന്നുണ്ട്. റുബായി എത്ര വേർഡ് ഉണ്ടായിരുന്നു, ഹുമാസി എന്നവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഐനായിരുന്നു ആ കാലത്ത് വളരെ വലിയൊരു അതായത് ഇൻഫ്ലുവൻസ് ഉണ്ടായ ഒരു ഗ്രന്ഥം. പിന്നെ അടുത്ത ഒരിതാണ് നമ്മുടെ സാഹിത്യകാരനായിട്ട് വരുന്നതാണ് അബുൽ അബ്ബാസുൽ മുബറദ്. അപ്പോൾ ഇദ്ദേഹത്തെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, മുഹമ്മദ് ബിൻ യസീദ് ബിൻ അബ്ദുൽ അക്ബൽ അസ്ദിൽ ബസ്രി അബു അബ്ബാസുൽ മുബറദ് വളരെയധികം ബാഗ്ദാദിലുണ്ട്. ആ കാലത്ത് അദ്ദേഹമുള്ള കാലത്ത് ആ സമയത്തിൻ്റെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു, അറബി ഭാഷയിൽ പണ്ഡിതനായിരുന്നു അബുൽ അബ്ബാസുൽ മുബറദ്.
അപ്പോൾ നമ്മൾ ഏതിലാണ് പറയുന്നത് വെച്ചാൽ ബലായിൽ ഇദ്ദേഹത്തെക്കുറിച്ച് ചെറുങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം ഇദ്ദേഹം മാദിനി അതുപോലെ തന്നെ അബു ഹാത്തിം സജിസ്ഥാനി ഇവരെ തൊട്ടൊക്കെയാണ് ഇൽമ നേടിയത്. അദ്ദേഹത്തെ തൊട്ട് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇസ്മായിൽ സഫാർ, അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിട്ടുണ്ട്. പിന്നെ വളരെയധികം സാഹിത്യകാരനായിരുന്നു, സത്യസന്ധനായിരുന്നു എന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ പറയുന്നത്. വളരെയധികം അതായത് വെറൈറ്റി കാര്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പിന്നെ വളരെയധികം നല്ല ഭംഗിയുള്ള ആളായിരുന്നു അദ്ദേഹം. ഒരുപാട് കിതാബുകൾ രചനകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിൽപ്പെട്ട മെയിനാണ് കിതാബുൽ കാമിൽ. കാലൽ ഖാദി അൽ ഫാദിൽ പറയേണ്ടത്, ഞാനതിനെ 70 പ്രാവശ്യം ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഓരോ വായിക്കലും എനിക്ക് ഒരുപാട് അറിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് കിതാബുൽ കാമിലിനെ കുറിച്ചിട്ട് പറയുന്നത്. പിന്നെ മുഖ്തലിബ് റൗള. അപ്പോൾ അതുപോലെ തന്നെ മാസിൻ ഇമാം കിതാബുൽ അലിഫു അല്ലാമി രചിച്ചപ്പോൾ മുബറദ് ഇമാം അതിൻ്റെ അവ്യക്തത നിഗൂഢമായ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം മാസിൻ ഇമാം അദ്ദേഹത്തിന് വളരെ ഉഷാറായിട്ട് തന്നെ എന്താക്കി മറുപടി കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, മാസിൻ ഇമാം മുബറദ് ഇമാമിനോട് പറയുകയുണ്ടായി, കും ഫഅന്തൽ മുബരിദ്, അതായത് മുബരിദിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അൽ മുസ്ബിദുൽ ഹക്കിനെ സ്ഥിരപ്പെടുത്തുവാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം വഫാത്താകുന്നത് 285 അങ്ങനെ ഏകദേശം 75 വർഷത്തോളം ഇദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് പകരം വെക്കാനായിട്ട് ശേഷം ആരും വന്നിരുന്നില്ല. മുബറദ് ഇമാം പറയുകയുണ്ടായി, മുബറദ് ഇമാമിനെ കുറിച്ചിട്ട് സ്വപ്നത്തിൽ കണ്ടപ്പോൾ ഷംസുദ്ദീൻ ഇബ്നു ഹൽക്കാൻ പറയുകയുണ്ടായത്, ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സ്വപ്നത്തിന് മുബറദുമായിട്ടൊരു ബന്ധമുണ്ട്. അത് വളരെയധികം അവ്യക്തമായ വരീബായ സ്ട്രെയിഞ്ചായ ഒരു സ്വപ്നമായിരുന്നു. അതിൽ വെളിവായ ഒരു കാര്യം എന്ന് വെച്ചാൽ ശത്രുത വെളിവായി മുബറദ് ഇമാമിൻ്റെയും അതുപോലെ തന്നെ സായിലബ് എന്നിവരുടെയും. അങ്ങനെ ആ വിഷയത്തിലാണ് ജനങ്ങൾ ഒരുപാട് കവിതകളൊക്കെ രചിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് രചനകളുണ്ടായിരുന്നു. അതിൽപ്പെട്ടതാണ് കിതാബുൽ അഷ്തിഖാഖി വ കിതാബുൽ അൻവായി, അതുപോലെ തന്നെ വല്ലസ്മിന വ കിതാബുൽ കവാഫി വ കിതാബുൽ ഹത്ത് വൽ ഇജായി വൽ മദ്ഹലു ഇലാ കിതാബി സീബയും വൽ മക്സൂർ വൽ മംദൂദ് വൽ മുദക്കർ വൽ മുഅന്നസ് വമാനിൽ ഖുർആൻ വ അരിഫുൽ കിതാബി അത്താമി വ റദ്ദു അലാ സീബയിമാം. അപ്പോൾ ഇത് മെയിന് പറയുന്ന എല്ലാ ന്യാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ കിതാബുകളൊക്കെ ചർച്ച ചെയ്യുന്നത്. ഇനി പറയാനുള്ളത് അൽ ഹരീരി അൽ അദീബുൽ ഖാസിം ബിൻ അലി ബിൻ മുഹമ്മദ് ബിൻ ഉസ്മാൻ അബൂ മുഹമ്മദ് അൽ ബസരി അൽ ഹറാമി അൽ ഹരീരി. അപ്പോൾ അദ്ദേഹം മഖാമാത്തിൻ്റെ സ്വാഹിബാണ്. മഖാമാത്ത് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഇട്ടുകൊടുക്കുന്ന പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിവായത്തുകൾ. അപ്പോൾ ഹരീരി മഖാമാത്തിൻ്റെ വിഷയത്തിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തെ മുൻകടക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ബദിയുൽ ഹംദാനിയാണ് അദ്ദേഹത്തിന് മഖാമാത്ത് പഠിപ്പിച്ചു കൊടുത്തത്. അദ്ദേഹം തന്നെയാണ് ഈ മഖാമാത്തിൻ്റെ കവാടം തന്നെ തുറന്നത്. ബദിയിന് 400 മഖാമാത്തുകളുണ്ട്. അതിൽ എല്ലാ 4 അല്ലെങ്കിൽ 5 മഖാമാത്ത് ഹരീരിയുടെ ഒരു മഖാമത്തിനോട് തുല്യമാണ്. മുസ്തർഷദിൻ്റെ വസീറായ ഷറഫുദ്ദീൻ അനൂർ ഷർമാൻ ബിൻ ഖാലിദ് അൽ ഖാഷാനി അവർക്ക് വേണ്ടിയിട്ട് ഹരീരി മഖാമാത്തുകൾ രചിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ രചനകൾ പറയാണ് ദുർറത്തുൽ ഖവാസ് ഫി ഔഹാമുൽ ഖവാസ്, പിന്നെ മലഹത്തുൽ അറാബ് വസബഹത്തുൽ ആദാബ്, പിന്നെ മഖാമാത്ത്, പിന്നെ അദ്ദേഹത്തിന് ദീവാൻ റസായിൽ ദീവാൻ ഇഷാറൊക്കെ ഉണ്ട്. ഇനി ഓരോ ഡിക്ഷണറികൾ പറയാണ് തഹ്ദീബ്, മുഹൈത്ത്, സിഹാഹ്. അപ്പോൾ ആദ്യമായി തഹ്ദീബുൽ അസ്ഹരി അബൂ മൻസൂർ മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ അസ്ഹരി അദ്ദേഹമാണ് ഇത് രചിച്ചത്. അദ്ദേഹം വലിയ ഫക്കീഹാണ്, പിന്നെ ഭാഷാപരമായിട്ടൊക്കെ നല്ല മാഹിറാണ്. പിന്നെ ഈ ഒരു കിതാബുകൾ എന്താ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഈ കിതാബുൽ ഐൻ അതൊക്കെ ഘടിപ്പിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ റാവികളുടെ പേരൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ മുഖദ്ദിമ തന്നെ തുടങ്ങുന്നത്. പിന്നെ അടുത്ത മുഹൈദ് അല്ലെ സ്വാഹിബ് ഇബ്നു ഉബാദ്, അത് ഈ കിതാബിൽ കൊണ്ടുവരുന്നത് അബ്ജദിയ ഹർഫുകളുടെ കണക്കൊക്കെ തർത്തീവ് ചെയ്ത് കൊണ്ടുവരികയാണ്. അത് ഈ സമയത്ത് 7 വാർഡുകളിലൊക്കെ അറിയപ്പെടുന്നില്ല അത്. ഇനി അടുത്തത് അസ്വിഹാഹുൽ ജൗഹരി, സ്വിഹാഹ്. ഇസ്മായിൽ ഇബ്നു ഹമ്മാദ് അബൂ നസർ അൽ ഫാറാബി അൽ ജൗഹരി സ്വാഹിബ് കിതാബ് അസ്വിഹാഹ്. അപ്പോൾ ഇദ്ദേഹമാണ് ഈ ഒരു കിതാബ് രചിച്ചത്.
അദ്ദേഹം ദീവാനുൽ അദബിൻ്റെ സ്വാഹിബായ ഇബ്രാഹിമുൽ ഫാറാബിയുടെ സഹോദരിയുടെ മകനാണ്. ബിലാദുർ റബിയയിലും മുളറിലും അദബ് തേടിക്കൊണ്ട് അദ്ദേഹം പോയി. അങ്ങനെ ഷാമിലെയും ഇറാഖിലെയും പണ്ഡിതന്മാരെ കണ്ടതിന് ശേഷം ഖുറാസാനിൽ തന്നെ അദ്ദേഹം മടങ്ങി. അബു അൽ ഹുസൈൻ അദ്ദേഹത്തോടൊപ്പം എഴുത്തുകാരനായിരുന്നു. അതിനാൽ ഭാഷയെ തരംതിരിക്കാനും എഴുത്ത് പഠിപ്പിക്കാനും മുദ്ര പകർത്താനും നെയ്സാബൂറിൽ താമസിച്ചു. ഇബ്നു അൽ ഖത്തായിനെ തൊട്ട് സിഹാഹിനെ ഈജിപ്തുകാർ വിവരിക്കുന്നത് വളരെ അത്ഭുതകരമാണ്. ഖുറാസാനിൽ ആരും ഇത് വിവരിക്കുന്നില്ല. സിഹാഹിൽ മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്നും നക്കല് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അൽ ഷെയ്റാഫിയിൽ നിന്നും ഫാരിസിയിൽ നിന്നും അറബി ഭാഷയും അമ്മാവൻ ഇബ്രാഹിമിൻ്റെ അധികാരത്തിലുള്ള ഭാഷയും അദ്ദേഹം സ്വീകരിച്ചു. ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്, സിഹാഹ് ഒരു കഷ്ണമായി തുടർന്ന് ഒരു വെള്ള ഡ്രാഫ്റ്റ് തൻ്റെ വിദ്യാർത്ഥി ഇബ്രാഹിം ബിൻ സ്വാലിഹ് അൽ വറാഖ് നിർമ്മിച്ചതിനാൽ സക്കറിൽ അദ്ദേഹം പറഞ്ഞ സ്ഥലങ്ങളുടെ എണ്ണം പോലും തെറ്റിപ്പോയി. അങ്ങനെ ഇത് തെറ്റ് പറ്റിയപ്പോൾ അദ്ദേഹം ഖുർആൻ വായിച്ചിട്ടില്ലെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അബൂ അബ്ദുല്ല അൽ ഹാക്കിമിൻ്റെ അനുയായികളിൽപ്പെട്ട അബൂ മൻസൂർ ബിൻ അബി ഖാസിമിൻ്റെ ഉസ്താദായ ഇമാം അബ്ദുർ റഹീം ബിൻ നജിം അൽ ബിഷ്കിക്ക് വേണ്ടി താജുൽ ലുഗ വ സിഹാഹുൽ അറബിയ എന്ന പുസ്തകം ജൗഹരി എഴുതി. അങ്ങനെ ജൗഹരി ഹിജറ 393 വഫാത്താവുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ രചനകൾ കിതാബും ഫിൽ ഉറൂൽ ജയ്ദ്, അത് ഉറൂലുൽ വർഖ എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ കിതാബും ഫിൻ നഹ്വ്. എന്നെ അടുത്തത് അൽ ഇൻഷാ വൽ മൻഷൂന. ഇൻഷാ സാഹിത്യകലകളിൽ ഒന്നാണ്. ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ അത് ഖലീഫകൾക്കും അതേപോലെ അവരുടെ പ്രഭുക്കന്മാർക്കും നേതാക്കൾക്കും എഴുതുന്നതിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. അബ്ബാസി കാലഘട്ടത്തിൽ സമൃദ്ധിയുടെ ഫലങ്ങൾക്ക് ഒരു പ്രവണതയുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തത്വീലും ഇത്നാബുമാണ്, നമ്മൾ പഠിച്ചാണ്. പിന്നെ പേർഷ്യക്കാരുമായി ഇടപഴകുന്നത് അക്ഷരങ്ങൾ പക്വത പ്രാപിക്കാനും അതേപോലെ ഗാംഭീര്യവും അതിശയകരവും താളാത്മകവുമായ ചിത്രങ്ങളിൽ എഴുതാൻ തുടങ്ങുകയും തുടർന്ന് തറസ്സലി അയക്കാൻ തുടങ്ങുകയും ചെയ്തു. അബ്ദുല്ലാഹിബിൻ മഖ്ഫ അത് ചെയ്ത ഏറ്റവും പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. അബ്ദുല്ലാഹിബിൻ മഖ്ഫ കിതാബു കലീല വധുംന അത് ഫാരിസി ലാംഗ്വേജിൽ നിന്ന് അറബിയിലേക്ക് അദ്ദേഹം നഖല് ചെയ്തു. ഇനി അടുത്ത തറസ്സുല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കത്തിടപാടുകൾ ഉണ്ടാക്കലാണ്. പിന്നെ അതിൽ സജ്, ജിനാസ്, ബദീ എന്നതൊക്കെ അധികരിച്ചു വന്നു. ഇതും നമ്മൾ ബലാഗയിൽ പഠിച്ചതാണ്. പിന്നെ കവിതകളും ചരിത്രങ്ങളും പഴഞ്ചൊല്ലുകളൊക്കെ അധികരിച്ചു വന്നു. പിന്നെ കത്തുകളിൽ അനുശോചനം അറിയിക്കാനും മദ്ഹിനും മറ്റും വരാൻ തുടങ്ങി. പിന്നീട് നബിയുടെ മേൽ സലാത്തും ഹംദൊക്കെ ചൊല്ലാൻ ഉപയോഗിച്ച് തുടങ്ങി. ഇനി അബ്ദുല്ലാഹിബിൻ മഖ്ഫ, അബൂ മുഹമ്മദ് അബ്ദുല്ലാഹിബിൻ അൽ മഖ്ഫ. അദ്ദേഹം ബലാഗയിൽ വളരെ അറിയപ്പെട്ട ഒരാളാണ്. പിന്നെ ഈ തറസ്സുലൊക്കെ വലിയ പങ്ക് വഹിച്ച ആളാണ്. അപ്പോൾ അബ്ദുല്ലാഹിബിൻ മഖ്ഫ അറബി പ്രദേശങ്ങളിലാണ് അദ്ദേഹം വളർന്നു വന്നത്. അദ്ദേഹത്തിൻ്റെ ഉപ്പയായ ദാദുവൈ അൽ മഖ്ഫ അൽ ഫാരിസി, അദ്ദേഹം ഇറാഖിലുള്ള വാലിമാർ അവർക്കൊക്കെ ടാക്സൊക്കെ കളക്ട് ചെയ്താണ് അദ്ദേഹത്തിൻ്റെ ജോലി. ഉമ്മ ബനു ഉമയ്യ. അപ്പോൾ അവർ മജൂസിക്കാരായിരുന്നു. ഹിജറ 106 അദ്ദേഹം അബ്ദുല്ലാഹിബിൻ മഖ്ഫ ജനിച്ചത്. എന്നാൽ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് റൗസ്ബ എന്നായിരുന്നു. അങ്ങനെ ബസ്രയിൽ അദ്ദേഹം വളർന്നു. അപ്പോൾ ആ സമയത്ത് ബനു ഉമയ്യ ഹൽബത്തുൽ അർബായിരുന്നു. വലിയ വലിയ ബുലഗാക്കളും അതേപോലെ ഖതീബന്മാരും കവികളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്നു. ആ ഒരു ബന്ധം ഈ അബ്ദുല്ലാഹിബിൻ മഖ്ഫയിൽ നല്ല അസറുമുണ്ടായിരുന്നു. അതേപോലെ തന്നെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ അവരൊക്കെ മുസ്ലിം ആവുകയും അബ്ദുല്ലാഹിബിൻ മഖ്ഫായിന് അബ്ദുള്ള എന്ന പേര് വെക്കുകയും അതേപോലെ അബൂ മുഹമ്മദ് എന്ന കുഞ്ഞിയത്ത് അദ്ദേഹത്തിന് നൽകപ്പെടുകയും ചെയ്തു. പിന്നെ അദ്ദേഹം നല്ല ബുദ്ധിയുള്ള ആളായിരുന്നു. അതേപോലെ തന്നെ ഇൽമുൽ ലുഗ, ഹിക്മത്ത്, പിന്നെ താരീഖുൽ ഫറസ് അതൊക്കെ അദ്ദേഹത്തിന് നല്ല പോലെ അറിയുമായിരുന്നു. പിന്നെ ബലാഗ അദ്ദേഹത്തിന് വളരെ നല്ലോണം അറിയുന്ന ഒരു വിഷയമാണ് ബലാഗ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം എന്ത് തന്നെ പറയുകയാണെങ്കിലും അതിലെന്തുണ്ടാവും, ബലാഗ ഉണ്ടാവും. പിന്നെ അത് അറിയിക്കുന്ന ഒരു വിഷയം പറയാണ് അദ്ദേഹത്തിൻ്റെ റസായിലുകൾ കുറച്ച് കൊണ്ടുവരാം. അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ ഇവിടെ കൊണ്ടുവരാണ്.
അമ്മാ ബഅദ് അങ്ങനെ തുടങ്ങിയിട്ട് ആഖിറത്തിൻ്റെയും ദുനിയാവിൻ്റെയും കാര്യം അള്ളാഹുവിൻ്റെ അടുക്കലാണ്. അപ്പോൾ അള്ളാഹുവാണ് ആഖിറവും ദുനിയാവും വിധിക്കുക. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ വിധി ആർക്കും തന്നെ തടയാൻ പറ്റുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കഴിവ് കൊണ്ട് സൃഷ്ടികളെ സൃഷ്ടിച്ചു. പിന്നെ അവരുടെ മേലിൽ അവരുടെ ജീവിതത്തിന് ശേഷം മരണം എഴുതി വെച്ചു. അത് ആർക്കും തന്നെ പിന്തിപ്പിക്കാനോ മുന്തിപ്പിക്കാനോ സാധിക്കുകയില്ല. ആർക്കും തന്നെ ഇപ്പം മരണം വരാനെന്ന് പറയാൻ വരെ പറ്റൂല. അങ്ങനെ തുടങ്ങി ഇങ്ങനെ കുറേ പോകുന്നുണ്ട്. ഫഅലൈക ബിത്തഖ്വല്ലാഹി വസ്സബ്ർ വഹുസ്നുൽ ദന്ന ബില്ലാഹ് ഫഇന്നഹു ജഅല ലി അഹ്ലി സ്വബ്ർ സ്വലവാത്തുൻ മിൻഹു വറഹ്മത്തു വജഅലഹും മിനൽ മുഹ്തദീൻ. അപ്പോൾ അതൊക്കെ. പിന്നെ ഇതിനടുത്ത ഒരുപാട് എണ്ണമറ്റ കിതാബുകൾ അദ്ദേഹം എന്താക്കിയിട്ടുണ്ട്, തർജുമ ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കിതാബ് കലീല വദുംന എന്നുള്ളത്. പിന്നെ പറയപ്പെടുന്നുണ്ട് ഈ കിതാബ് അദ്ദേഹം തന്നെയാണ് വലായി ചെയ്തതെന്ന്. അതാണ് മഖ്ബൂലായ ഒരു കൗലും. പിന്നെ അദ്ദേഹത്തിന് കിതാബുൽ അദബുൽ കബീർ വൽ അദബുസ് സ്വഗീർ വദ്ദുറത്തുൽ യതീമ അതൊക്കെയുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ബസ്രയിലെ വാലിയായ സുഫിയാൻ ബിൻ മുആവിയ, ബസ്രയിലെ വാലിയായ സുഫിയാൻ ബിൻ മുആവിയ ഹിജ്റ 142 അദ്ദേഹത്തിനെ കൊന്നതാണ്. കാരണം അദ്ദേഹം സുന്ദുക്കയിലെ കിതാബുകൾ കുത്തുബ് സുന്ദുക്ക തർജുമ ചെയ്തെന്ന് ആരോപിച്ചത് കാരണത്താൽ തന്നെ. അപ്പോൾ സുന്ദുക്ക അത് ഒരു തെറ്റായ എന്തോ ഇതാണ്. അപ്പോൾ ആ ഒരു കിതാബുകൾ തർജുമ ചെയ്തെന്ന് ആരോപിച്ചത് കാരണത്താൽ തന്നെ അദ്ദേഹത്തെ ആ വാലി കൊന്നുകളഞ്ഞു. ഇനി അടുത്തത് ജാഹിദ് അബു ഉസ്മാൻ അംർ ബിൻ ബഹർ ബിൻ മഹബൂബ് അൽ കനാനി അൽ ഫുഖൈമി. അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഹിജ്റ 2, 3 ആ കാലഘട്ടത്തിൽ അദ്ദേഹം വലിയൊരു സാഹിത്യകാരനായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ജാഹിദ് എന്നുള്ളത് ലഖബാണ്. അത് വരാൻ കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണ് എന്തായത്, അത് നല്ല ഹാദായത് കാരണത്താൽ തന്നെ. അങ്ങനെ ഒരു പാവപ്പെട്ട വീട്ടിലാണ് പാവപ്പെട്ടൊരു വീട്ടിൽ ബസ്രയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഉപ്പ അദ്ദേഹം ചെറുതായിരിക്കെ തന്നെ വഫാത്താവുകയും ഉമ്മയുടെ തർബീയത്തിലാണ് അദ്ദേഹം കഴിഞ്ഞുകൂടിയത്. ചെറുപ്പത്തിൽ തന്നെ ഇൽമുമായിട്ട് നല്ല ചായ്വുള്ളവനായിരുന്നു. അതേപോലെ ബസ്രയിലെ സൈഹാനിൻ്റെ നെഹ്ർ പുഴക്കരികിൽ വെച്ച് അദ്ദേഹം മീൻ വിൽക്കുകയും അതേപോലെ പരുത്തി വിറ്റ് ജീവിക്കുകയും ചെയ്തു. രാത്രി സമയങ്ങളിൽ നെഹറിന് വേണ്ടിയിട്ടും വായനയ്ക്ക് വേണ്ടിയിട്ടും ചെലവഴിച്ചു. പിന്നെ ഉലമാക്കളും ഉദബാക്കളും ഷാറാക്കളും നുഹാത്തുകളും റുവാത്തുകളും അവർക്കായിട്ട് നല്ല പോലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പിന്നെ ബസ്ര ഉപേക്ഷിച്ച് ബഗ്ദാദിലേക്ക് പോവുകയും അവിടെ തന്നെ തൻ്റെ ദർസ് തുടർന്നു പോവുകയും ചെയ്തു. ഭാഷ അബി ഉബൈദയിൽ നിന്നും അസ്മയിൽ നിന്നും അഖ്ഫഷിയിൽ നിന്നും അബി സെയ്ദ് അൽ അൻസാറിൽ നിന്നും പഠിച്ചു. പിന്നെ മന്തിക്കും കലാമും നല്ലാമിൻ്റെ അടുത്തുനിന്നും അദ്ദേഹം എടുത്തു. പിന്നെ ഇവിടെ അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ പരത്തിയത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ കോലം പറയാണ്. മുമ്പ് കഴിഞ്ഞ പോയിട്ടുള്ള വലിയ വലിയ ആൾക്കാർ ഇബ്നുൽ മുഖഫ അതേപോലെ സഹൽ ഇബ്നു ഹാറൂൻ എന്നിവരുടെ കിതാബുകളുമായിട്ട് ചേർത്തിയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കിതാബുകൾ പരത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും അത് സ്വീകരിച്ചിരുന്നു. അങ്ങനെ ഈ ഒരു സ്വീകാര്യത മനസ്സിലാക്കി അദ്ദേഹമാണ് ഇതിൻ്റെ രചയിതാവ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു കിതാബ് വായിക്കുകയും അതിനെ നല്ലപോലെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന് ദീവാൻ റസായിൽ നൽകുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു വിഷയം അറിഞ്ഞതിന് ശേഷം, ഈ പരത്തിയ ഒരു വിഷയം അറിഞ്ഞതിന് ശേഷം ഇദ്ദേഹം അഫ്വ് ചോദിക്കുകയും 3 ദിവസങ്ങൾക്ക് ശേഷം അഫ്വ് നൽകുകയും ചെയ്തു. മഅ്മൂനിൻ്റെ വഫാത്തിന് ശേഷം അവിടെയുള്ള വസീറായ മുഹമ്മദ് ബിൻ അബ്ദുൽ മലിക് സിയാത്തിൻ്റെ കീഴിൽ അദ്ദേഹം കുറച്ചു കാലം ജീവിച്ചു. അങ്ങനെ ദിമഷ്കിലേക്കും അന്താക്കിയയിലേക്കും പോയി ഇൽമിൻ്റെ ഇടയിലും മദബിൻ്റെ ഇടയിലുള്ള എല്ലാം അദ്ദേഹം ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു. പിന്നെ ഭാഷയാകട്ടെ ഷഅറാകട്ടെ അഖ്ബാറാകട്ടെ ഇൽമു കലാമാകട്ടെ തഫ്സീറാകട്ടെ അങ്ങനെയുള്ള എല്ലാ വിഷയവും അദ്ദേഹം നല്ല മാഹിറായിരുന്നു. പിന്നെ അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഒരു മുഅ്തസിലി ആയിരുന്നു. എന്നല്ല, അദ്ദേഹം ഒരു മുഅ്തസിലയുടെ മുഅ്തസിലയിൽ നിന്നുള്ള ഒരു വിഭാഗത്തിൻ്റെ നേതാവ് തന്നെയാണ്. അത് ജാഹിലിയ എന്ന നസബ് ചേർത്തിക്കൊണ്ടാണ് അത് പറയുന്നതും. പിന്നെ ഇബ്നു ഖുതൈബ
അബൂ മുഹമ്മദ് അബ്ദുള്ള ഇബ്ന് മുസ്ലിം ഇബ്ന് ഖുതൈബ അദ്ദൈനൂരി. അദ്ദേഹം ഹിജ്റ 213 കൂഫയിൽ ജനിച്ചു വീണു. ബഗ്ദാദിൽ താമസിച്ചു. പിന്നെ ഖലാഉ ദൈനൂർ അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തു. എന്നിട്ട് അത് അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ചേർത്തു, ദൈനൂരി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഉലൂമുൽ ഇസ്ലാമിയ, അതിൻ്റെ മുഅല്ലഫാത്തിൽപ്പെട്ടതാണ് ഉയൂനുൽ അഖ്ബാർ, കിതാബുൽ മആരിഫ്, കിതാബ് ഷുഅറാ, അദബുൽ കാത്തിബ്, ഇമാമ സിയാസ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.